ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. PSCയുടെ ഫെബ്രുവരി കൺട്രോ വന്നപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന്റെ ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഫെബ്രുവരി 18 എക്സാം വരുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് ഏതൊരു സ്ട്രീമിൽ കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ എക്സാം എഴുതാം എന്നുള്ളതായിരുന്നു. ഇനി ഇതിന്റെ പ്രീവിയസ് ഇയർ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിലബസ് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇതിന്റെ സിലബസ് വന്നപ്പോ ഉള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സിലബസ് എൻറ്റയർലി ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയൊരു സിലബസുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽക്ക് പഠിച്ചു തുടങ്ങിയവരുണ്ട്, നമ്മളും കോഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് സിലബസിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളും ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നിരാശ ഉണ്ടാവും, കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ശരിക്കും ഈ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതിന്റെ സിലബസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതിലെ മാനേജ്മെന്റ് ടോപ്പിക്സ് ഒഴിവാക്കി ബാക്കിയുള്ള ടോപ്പിക്സ് ഇട്ടുകൊണ്ടാണ് ഇപ്പൊ സിലബസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള പുതിയ സിലബസിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഞ്ചിനീയറിംഗ് മാത്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, അതായത് നമ്മൾ ബിടെക്കിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന 3 സബ്ജക്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ള പുതിയ സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ ഒരു പക്ഷെ ചെറിയൊരു നിരാശ ഉണ്ടാവും, പഠിച്ചത് വെറുതെ ആയി. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചത് എപ്പോഴും നമുക്കൊരു അസറ്റ് തന്നെയാണ്, മറ്റേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും. എനിവേ നമ്മൾ പുതിയ സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് സമയമുണ്ട്. ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. അപ്പൊ ഇനി മുതൽക്ക് കൃത്യമായി പഠിച്ചാൽ മതി. പക്ഷേ പൊതുവെ ടെക്നിക്കൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എഞ്ചിനീയറിംഗ് മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ അധികം പഠിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ടച്ച് വിട്ടു പോയവരുണ്ടാവും. ബിടെക്കിന് പഠിച്ചതിന് ശേഷം പിന്നീട് ആ സബ്ജക്റ്റുകളിലൂടെ കടന്നു പോകാത്തവരായിരിക്കും കൂടുതൽ പേരും. അതല്ല, ഏതെങ്കിലും ചില പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സബ്ജക്ട്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ബേസ് മുതൽക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ല ഒരു കോച്ചിങ്, മികച്ച ഒരു കോച്ചിങ് ആയിരിക്കും ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നമുക്ക് സിലബസ് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ കോഴ്സ് കാണാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾക്ക് ആപ്പ് വഴി തന്നെ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ December 1 ഓൺവേർഡ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. December 1 മുതൽക്ക് നമ്മൾ അതിന്റെ ഒരു ഡെയിലി സ്റ്റഡി കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്ട്, ഓരോ ടോപ്പിക് പഠിക്കാനായിട്ട് മെസ്സേജ് വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോവാം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് വീക്ക്ലി 6 ഡേയ്സ്, അതായത് മൺഡേ ട്യൂസ്ഡേ ഒരു സബ്ജക്ട്, ദെൻ അതിനുശേഷം വെനസ്ഡേ തേഴ്സ്ഡേ ഒരു സബ്ജക്ട്, ഫ്രൈഡേ സാറ്റർഡേ ഒരു സബ്ജക്ട്, മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എല്ലാത്തിനും രണ്ട് ദിവസം അസൈൻ ചെയ്ത് സ്റ്റഡി ഗോൾ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. സൺഡേ ഒരു ദിവസം നമുക്ക് ഏതെങ്കിലും ദിവസം നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആവാത്തുണ്ടെങ്കിൽ പഠിക്കാനുള്ള ഒരു ദിവസം. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോഴ്സ് തന്നു, നിങ്ങൾക്ക് അതിൽ ഫുൾ കുറെ മെറ്റീരിയൽ തന്നു, പഠിച്ചോളാൻ പറയുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഡെയിലി നമ്മൾ ഇങ്ങനെ ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞ രാവിലെ ഒരു മെസ്സേജ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം അത് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവും. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡെയിലി സ്റ്റഡികൾ പോകുന്നത്. അപ്പൊ കൃത്യമായി നമുക്ക് ആ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് തന്നെ പഠിച്ചു പോവാം. അപ്പൊ പഠിക്കാനും റിവിഷനും ഒക്കെ സമയം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കോഴ്സിൽ നമ്മളെ ലെക്ചേഴ്സും MCQ വീഡിയോസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ടാവും, പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം വരുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സാണ്, ക്രാഷ് കോഴ്സാണ്. ഇപ്പൊ നമ്മൾ ഓഫർ പ്രൈസിലുമാണ് വരുന്നത്. അപ്പൊ ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക്, ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ന്യൂ സിലബസിനനുസരിച്ച് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതിനനുസരിച്ച് പഠിക്കാം. ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ആ December 1 മുതൽക്കുള്ള നമ്മുടെ സ്റ്റഡി ഗോളിനനുസരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ആ ഒരു നമ്മളെ ഫോളോ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്താലും അതുവരെയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് പെൻഡിങ് ആവും. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ ടൈം എടുക്കണം. അപ്പൊ നമുക്ക് ഈ December 1 അതിനുശേഷം വരുന്ന മൺഡേ മുതൽക്കാണ് നമ്മൾ ക്ലാസ്സുകൾ ഡെയിലി സ്റ്റഡി ഗോൾ പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ. നമുക്ക് എന്തായാലും സിലബസും കൂടെ നോക്കാം.
ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇതിൽ 3 പാർട്ടാണ്. ഒന്ന് എഞ്ചിനീയറിംഗ് മാത്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. എഞ്ചിനീയറിംഗ് മാത്സിൽ 40 മാർക്സ് ആണ് വരുന്നത്. അതിൽ മോഡ്യൂൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ബിടെക്കിന് പഠിക്കുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ഫസ്റ്റ് മോഡ്യൂള്, അതായത് ആ ബിടെക്കിന്റെ സിലബസ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് മോഡ്യൂള് ലീനിയർ ആൾജിബ്ര, അതിൽ മെട്രിക്സ് ആൾജിബ്ര, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, റോ എക്ലോൺ ഫോം, റാങ്ക് ഓഫ് മെട്രിക്സ്, ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റം, ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ ഒക്കെ വരുന്ന ലീനിയർ ആൾജിബ്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂൾ കാൽക്കുലസ് ആണ്. നമ്മൾ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡ്യൂൾ ആണ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ സിംഗിൾ വേരിയബിളിന്റെ ഫംഗ്ഷൻ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതിൽ ഡെഫിനിറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് വരുന്നുണ്ട്. then limit and continuity of 2 വേരിയബിൾ വരുന്നുണ്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ 3 അത് 12 മാർക്കാണ് കേട്ടോ. ഫസ്റ്റ് മോഡ്യൂളിന് 8 മാർക്കാണ്, സെക്കൻഡ് മോഡ്യൂൾ 12 മാർക്കാണ് വരുന്നത്. തേർഡ് മോഡ്യൂൾ 4 മാർക്കേ വരുന്നുള്ളൂ. അത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്ന ODE വരുന്നതാണ് തേർഡ് മോഡ്യൂൾ 4 മാർക്ക്. നെക്സ്റ്റ് മോഡ്യൂൾ അഗെയിൻ കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു മോഡ്യൂൾ ആണ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എടുത്താൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറെ അധികം പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കൂടെ ഉള്ള മാത്സിലുള്ള ഒരു ടോപ്പിക്കാണ് ഈ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിന് നല്ല വെയിറ്റേജ് വന്നിട്ടുണ്ട്. കാൽക്കുലസ് പോലെ തന്നെ വെയിറ്റേജ് വരുന്ന മോഡ്യൂളാണ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് മോഡ്യൂൾ 5 വരുന്ന അഗെയിൻ 4 മാർക്ക്. ഓക്കെ, അപ്പൊ മാത്സിൽ വരുന്ന മോഡ്യൂൾസ് ഇതൊക്കെയാണ്. കൃത്യമായി ഓരോ ടോപ്പിക്സും നല്ല രീതിയിൽ പഠിച്ച് അതിന്റെ പ്രോബ്ലംസ് ചെയ്ത്, മാത്സ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ കൃത്യമായി ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സിലബസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും ഞാൻ പറയാം. എസ്പെഷ്യലി ഇപ്പോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മറ്റ് പല പരീക്ഷകൾക്കും പഠിക്കുന്നത് കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ്, അല്ലെങ്കിൽ ലേസർ ആപ്ലിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക്സ്, ഫോട്ടോണിക്സ്. ഇപ്പൊ ഇതിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ്, മെയിൻ ആയിട്ട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് 10 മാർക്ക്, അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. സെക്കൻഡ് ആണെങ്കിലും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. അപ്പൊ അതിൽ സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെയാണ് വരുന്നത്. അതും ഇലക്ട്രോണിക്സ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്ന ടോപ്പിക് ആണ് മോഡ്യൂൾ 2 വരുന്നത്. മറ്റുള്ളവർക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടി വരും. അഗൈൻ 10 മാർക്ക്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് 30 മാർക്ക്. മോഡ്യൂൾ 3 അക്വസ്റ്റിക്സ്, വേവ്സ് ആൻഡ് അക്വസ്റ്റിക്സ് ആണ് വരുന്നത്. അതിനും അഗൈൻ 10 മാർക്ക് ആണ് വരുന്നത്. ഓക്കെ, സോ 3 മോഡ്യൂൾസ് ആയിട്ട് 10 മാർക്ക് വെച്ചിട്ടാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് പാർട്ട് 2 വരുന്നത്. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലാണെങ്കിൽ നമുക്ക് കുറെ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എനിക്ക് തോന്നുന്നു നിങ്ങൾ മാത്സ് പോലെ തന്നെ എഫേർട്ട് എടുക്കേണ്ടി വരും, ഏത് ബ്രാഞ്ചുകാരാണെങ്കിലും. കാരണം കെമിസ്ട്രി ഒക്കെ മേ ബി ചിലപ്പോൾ നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞ് ബിടെക്കിന് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കാനുള്ള സാധ്യത കുറവാണ്. ഫസ്റ്റ് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആണ്. അതിൽ നാനോ മെറ്റീരിയൽസ്, ഗ്ലാസ്, സിമെന്റ്, പോളിമേഴ്സ് ഒക്കെയാണ് ഫസ്റ്റത്തെ മോഡ്യൂളിൽ വരുന്നത് 10 മാർക്ക്. സെക്കൻഡ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, തെർമൽ അനാലിസിസ്, ക്രോമറ്റോഗ്രഫി, അതേപോലെ തന്നെ സ്കാനിങ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഒക്കെ വരുന്ന മോഡ്യൂൾ 2 അഗൈൻ 10 മാർക്ക്. ആൻഡ് തേർഡ് വൺ ഒരു ജനറൽ ടോപ്പിക് ആണ്. അത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എനർജി ആൻഡ് എൻവയോൺമെന്റ്, പൊല്യൂഷൻ, അങ്ങനെയൊക്കെ വരുന്ന ടോപ്പിക്സ് വരുന്ന എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഒരു 10 മാർക്ക്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മുന്നത്തെ സിലബസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുന്നത്തെ സിലബസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഈസിക്കാർക്കാണെങ്കിൽ അവർ മെക്കാനിക്കലും സിവിലും ഇലക്ട്രിക്കലും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കണം. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എഗെയിൻ മെക്കാനിക്കലൊക്കെ പഠിക്കണം. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടെ മേ ബി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, കാരണം മാത്സും ഫിസിക്സും കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുറെ പേർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ മറ്റേതായിരുന്നു നല്ലതെന്ന് തോന്നുന്നുണ്ടാവും. എങ്ങനെയാണെങ്കിലും എങ്ങനെ വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഈ സിലബസ് ആണ്, നമ്മൾ ഇത് തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം.
കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മുടെ കോച്ചിങ് പോകുന്നത്. കൃത്യമായി നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എന്താണെന്ന് അറിയാനുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ഇവാലുവേഷൻ ഉണ്ടാവും, പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടാവും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.